ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ജീവിതകാലത്തൊന്ന് കാണാൻ ഭാഗ്യമുണ്ടായില്ല. ഹബീബായ തങ്ങളുടെ തിരുകരമൊന്ന് മുത്താൻ കഴിഞ്ഞില്ല. അവിടുത്തെ തിരുപാദമൊന്ന് ചുംബിക്കാൻ കഴിഞ്ഞില്ല. അവിടുത്തെ ശരീരത്ത് തട്ടിയ ഒരു കാറ്റ് തട്ടാനുള്ള ഭാഗ്യമുണ്ടായില്ല. അവിടുത്തെ മദീനയിൽ മുത്തുനബി തങ്ങളുടെ കാലത്ത് ജീവിച്ചിരിക്കാൻ കഴിഞ്ഞില്ല. കിനാവിൽ ഹബീബായ തങ്ങളെ ഒന്ന് കാണണ്ടേ, എന്തൊരാനന്ദമാണ്. ലോകത്തൊരു സൗന്ദര്യവും അതിനെ മറികടക്കില്ല, ഒരൗദാര്യവും അവിടുത്തെ മറികടക്കില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരത്തിന്റെ മാർദ്ദവം ലോകത്തൊരു വസ്തുവിനും ഇല്ല. അവിടുത്തെ മുഖകമലം എത്ര പ്രകാശപൂരിതമാണ്, അവിടുത്തെ ചുവടുവപ്പുകൾ എത്ര മനോഹരമാണ്, അവിടുത്തെ ആംഗ്യം എത്ര ഭംഗിയുള്ളതാണ്, അവിടുത്തെ ശബ്ദം എത്ര മധുരമുള്ളതാണ്, അവിടുത്തെ കൺകോണുകൾ എത്ര സൗന്ദര്യമുള്ളതാണ്, അവിടുത്തെ ഇമയെത്ര കാന്തിയുള്ളതാണ്, അവിടുത്തെ പിരികം എത്ര ശോഭയുള്ളതാണ്, അവിടുത്തെ പൽക്കോവകൾ എത്ര പ്രകാശപൂരിതമാണ്. അവിടുത്തെ കാണുമ്പോൾ ഒരു മഹാത്ഭുതം തന്നെ. ഓ, എന്തൊരു മനോഹരമാണ്, എന്തൊരു ചന്തമാണ്. അവിടുത്തെ ശിരസിലേക്ക് നോക്കുമ്പോൾ എത്ര ഭംഗിയാണ്, നെറ്റിത്തടം എത്ര വിശാലമാണ്, അവിടുത്തെ ദാടിരോമങ്ങൾ എത്ര മനോഹരമാണ്, അവിടുത്തെ പിരടി കാണുമ്പോൾ എത്ര ചന്തമാണ്, അവിടുത്തെ മേനി കാണുമ്പോൾ വാർത്തെടുത്ത പൊന്ന് പോലെയാണ്, അവിടുത്തെ ചുവട് കാണുമ്പോൾ ചടുലമാണ്. മാഷാ അല്ലാഹ്, ആ ഹബീബായ മുത്തുനബി തങ്ങളെ ഈ വെള്ളിയാഴ്ച രാവിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാം ഒരുപാട് തവണ കാണാൻ അവസരം നൽകണം അല്ലാഹ്. വേറെ ഒരാനന്ദവും വേണ്ട, ഹബീബായ തങ്ങളെ ഒരുപാട് തവണ കാണാൻ അവസരം നൽകണം അല്ലാഹ്.